ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാലും 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1/4 കപ്പ് പഞ്ചസാരയുമാണേ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ പാലൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറിയ ചൂടുള്ള പാല് മാത്രം ഒഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതായി പാലിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയൊക്കെ കുറച്ച് കൂടുതലായിട്ട് ചേർത്തിയാലും നല്ലത് തന്നെയാണ് കേട്ടോ. ഇനിതാ ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു ചെറിയ ക്യൂബ് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള പാലും കൂടി ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. നമ്മളിവിടെ തയ്യാറാക്കണത് ഒട്ടും തന്നെ കുഴച്ച് കഷ്ടപ്പെടാതെ നല്ല പഞ്ഞി പോലത്തെ ബ്രെഡാണ് കേട്ടോ. സാധാരണ വീട്ടിലെ ബ്രെഡൊക്കെ തയ്യാറാക്കണത് കുറച്ചൊരു മെനക്കെട്ട പണിയല്ലേ. ഒത്തിരി സമയം നമ്മൾ കൈവച്ചിട്ട് കുഴച്ചാൽ മാത്രമല്ലേ നമുക്ക് സോഫ്റ്റായിട്ടുള്ള ബ്രെഡ് കിട്ടുള്ളൂ. പക്ഷെ നമ്മളിവിടെ ഇതായി കലക്കി വെച്ച മാവ് കൊണ്ടാണ് ബ്രെഡ് തയ്യാറാക്കണത്. ഇങ്ങനെ ചെയ്താലും നമുക്ക് നല്ല പഞ്ഞി പോലത്തെ ബ്രെഡ് കിട്ടും. ഇത് കുറച്ചൊന്ന് കുഴഞ്ഞ പാകത്തിനുള്ള മാവായിട്ടാണ് കേട്ടോ ഇരിക്കുക. ഇനി ഇതൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി മാവ് 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാവേ. 1 മണിക്കൂറൊക്കെ ആകുമ്പോൾ ഇതുപോലെ നന്നായി തന്നെ പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇതായി മാവ് നമ്മളിപ്പോൾ കൈകൊണ്ടൊക്കെ എടുക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലാകെ ഒട്ടിപ്പിടിച്ച് പോകും. അതുകൊണ്ട് ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിടിയിച്ച് കൊടുത്ത ശേഷം കുറേശ്ശെ ഗോതമ്പ് പൊടി ഇട്ടിട്ട് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് എടുക്കാം. ഇങ്ങനെ ഗോതമ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒത്തിരി പൊടിയൊന്നും ചേർക്കരുത് കേട്ടോ. നമുക്ക് കൈകൊണ്ട് എടുക്കാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗോതമ്പ് പൊടി ചേർക്കണത്. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് റൗണ്ട് ഷേപ്പിൽ കൂടെ ആക്കി കൊടുത്ത ശേഷം ഓയിൽ തൂത്ത് കൊടുത്തിട്ടുള്ള ഒരു ഫ്രൈയിങ് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടോ ചെറുതായിട്ട് ഇതിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് നനച്ചെടുത്തിട്ടുള്ള വൃത്തിയുള്ള ഒരു ക്ലോത്ത് കൊണ്ട് ഇതൊന്ന് മൂടി വയ്ക്കാം. ഇനി ഒരു 20 മിനിറ്റ് നേരം കൂടെ ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും തന്നെ ഇത് നന്നായി തന്നെ വീർത്ത് വന്നിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മുട്ടയുടെ മഞ്ഞ ഭാഗമാണ് കേട്ടോ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കണത്. മുട്ട തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഇതിന് പകരമായിട്ട് പാലിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇനി നമ്മുടെ ബ്രെഡൊക്കെ വെന്ത് വരണ സമയത്ത് പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെയൊന്ന് ലൈൻസ് കൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എള്ള് കൂടെ ഒന്ന് വിതറി കൊടുക്കാം. എള്ള് ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇതായി പാന് നമ്മൾ വെച്ച് കൊടുക്കുന്നത് 10 മിനിറ്റ് നേരം ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്ന തവയുടെ മുകളിലാണ്. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ അടപ്പിലുള്ള ചെറിയൊരു ഹോളില്ലേ, ഇതൊന്ന് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അടച്ചു കൊടുക്കണേ. ഇനി ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ്. അപ്പോഴേക്കും തന്നെ ഇതിൻ്റെ അടിഭാഗമൊക്കെ നന്നായി തന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. നല്ലപോലെ മുരിച്ചെടുക്കാനായിട്ട് ഇഷ്ടമില്ലെങ്കിൽ 12 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുത്തോളൂ. നമ്മുടെ ഈ ഒരു ബ്രെഡിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട് ഈ സമയത്തിലും ചെറിയൊരു വ്യത്യാസമൊക്കെ വരാം. ഇനി ഇത് മൂടി വെച്ച് മറ്റേ സൈഡും നന്നായി തന്നെ വേവിച്ചിട്ടെടുക്കാം. 2 സൈഡും നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഗോതമ്പ് ബ്രെഡ്. ഇനി ഇതിൻ്റെ ചൂടയ്ക്കൊന്ന് പോയി കഴിഞ്ഞാൽ മുറിച്ചിട്ടെടുക്കാം. നമ്മുടെ ഈ ഒരു ബ്രെഡ് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് കേട്ടോ. കുഴച്ച് കഷ്ടപ്പെടുകയൊന്നും വേണ്ടാലോ, തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. ഇതുവരെ ഇതുപോലെ ഗോതമ്പ് പൊടി കൊണ്ട് ഫ്രൈയിങ് പാനിൽ ബ്രെഡൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ കേട്ടോ. താങ്ക്